വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ളോഗ് എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ റിജോയുടെ 5th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഈ വെഡ്ഡിങ് ആനിവേഴ്സറി സംബന്ധിച്ച് നമ്മൾ ചെറിയൊരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രഷ്കോയിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുട്ടയൊക്കെ മേടിക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുട്ടയൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടീസ് നമുക്ക് കാണാം. ഇവിടെ കാനഡയിലെ ഒരു ഗോ ടു സ്റ്റോറാണ് ഈ ഫ്രഷ്കോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഈ മേഖലയെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന റിജോ തന്നെയാണ്. റിജോ ആണെങ്കിൽ പോയി ഓരോ സാധനങ്ങളും നോക്കി എടുത്ത് ഓരോ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയൊക്കെയാണ് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ ഗ്രോസറി ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇഷ്ടമല്ലാത്ത. പക്ഷേ ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിലും ഹോം അക്സസറീസ് നോക്കാൻ പോകാനാണെങ്കിലും അതിനൊക്കെ എനിക്ക് ഡബിൾ ഇൻട്രസ്റ്റാണ്. വിഷയത്തിൽ നിന്ന് തന്നെ മാറി. എൻ്റെ ജോലിയും ഞങ്ങളുടെ വീടും തമ്മിൽ ഒരു 15 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ കാനഡയിൽ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. വ്ളോഗ് എടുക്കാനുള്ള കഷ്ടപ്പാടില്ല. മുട്ടയുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. വീട്ടിലോട്ട് കയറി ചെന്നപ്പം എന്താ ബെഡിലിരിക്കുന്ന നല്ല അടിപൊളി ഒരു സർപ്രൈസൊക്കെ. ഉള്ളത് പറഞ്ഞാൽ റിജോക്ക് സർപ്രൈസ് തരാൻ മിടുക്കനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം റിജോ ഇങ്ങനെ സർപ്രൈസ് തരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ക്യൂട്ട് തിങ്സ്, കുറച്ച് ക്ലിപ്സ്, ഫേസ് മാസ്ക്, അങ്ങനെ ഐസ് റോളേഴ്സ്, ഇതൊക്കെയായിരുന്നു ആ ബാഗിലുണ്ടായിരുന്നത്. എനിക്ക് ആ ബാഗിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിരുന്നു കാണാൻ. ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പാവം കടയിൽ പോയി അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഇതൊക്കെ തപ്പിയെടുത്തതെന്നാണ് പറഞ്ഞത്. നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ എഫേർട്ട് ഇട്ട് സർപ്രൈസൊക്കെ തരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണെന്നാണ് റിജോ പറഞ്ഞത്. നമുക്ക് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാർഡും ഉണ്ടായിരുന്നു. ഒരു നല്ല മെസ്സേജൊക്കെ എഴുതിയൊരു കാർഡ്. ഞാനും മോശമല്ലായിരുന്നു. ഞാനും ഒരെണ്ണം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്താ ഇതിക്ക് ഗസ് ചെയ്യ്, അതെന്താ? ഏത് ബ്രാൻഡ്? ഡിയോർ. നമ്മുടെ വെഡിങ്ങിന് വെച്ച സ്ഥലം. പൊളി. അടിപൊളി. Thank you for the gift. Thank you my wife. You're welcome. Okay. എപ്പോഴും വെൽക്കം ഒന്നുമില്ല. ഇനിയും ഉള്ള ലിസ്റ്റ് പറഞ്ഞിട്ടില്ലേ? ഇത് ഷൂവോ? ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്നോട് ലിസ്റ്റ്. ഇത് സത്യം പറഞ്ഞ ഇത് എന്റെ സൈഡിൽ നിന്ന് സർപ്രൈസ് കൊടുത്തതാണ്. ഒരു സർപ്രൈസ് കൊടുത്ത സ്നോർക്കലിംഗ് കിറ്റ്, പിന്നെ ഷൂ, ഏതാണ്ടൊക്കെ എനിക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ ഓൺ ദി വേയാ. അതൊക്കെ വന്നില്ല. ഞാൻ വിചാരിച്ചു പെതി കൊടുത്താൽ മതിയെന്ന്. എന്നാലേ അതിനുള്ളൊരു വില വരുത്തുള്ളൂ. ഞാൻ ഷെഡിൽ നിന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഞാൻ ഫുൾ സെറ്റായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എത്രയും കാണാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്.
ജസ്റ്റ് ഒരു പ്ലെയിൻ ടോപ്പാണ്. സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് ഞങ്ങളുടെ ആനിവേഴ്സറി, ബർത്ത്ഡേയ്സ്, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊന്ന് സ്പെഷ്യലാക്കാൻ ശ്രമിക്കാറുണ്ട്. വർഷത്തിലാകെ ഒരു ദിവസമല്ലേ ഉള്ളൂ ഇതൊക്കെ. അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അന്നാണ് ഞങ്ങൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഈ പറയുന്ന പോലെ വൈകിട്ട് ഒരു ചെറിയൊരു ഡിന്നർ ഡേറ്റൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് നമ്മൾ നോർമലി. അത് എല്ലാ വർഷവും നമ്മൾ ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റായ എഡ്ജിലാണ് നമ്മളത് ബുക്ക് ചെയ്ത്. ഇങ്ങനൊരു ഡേറ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വെൽ ഡ്രസ്ഡായിട്ട് പോകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇത് അത്യാവശ്യം ബിസി റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. നമ്മളൊരു 7 o'clock നമ്മളൊരു റിസർവേഷൻ ചെയ്തിരുന്നത്. അത് ഐ തിങ്ക് ലൈക്ക് 2 weeks ബിഫോർ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഞങ്ങൾ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. പിന്നെ അവിടുത്തെ സർവീസസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അൺകംഫർട്ടബിൾ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇതാണ് അവിടുത്തെ വ്യൂ. ഈ ഒക്കനാഗൻ റീജിയൻ അല്ലെങ്കിൽ വേർണൻ, ഞങ്ങൾ വേർണനിലാണ് താമസിക്കുന്നത്. അപ്പോൾ വേർണൻ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒറ്റ സൈറ്റിൽ കാണാമായിരുന്നു. ആ ലേക്കൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ ആസ് യൂഷ്വൽ സം ഓഫ് മൈ പ്രഹസനം. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ടൊരു ഡക്ക് വിങ്സ്, മെയിൻ കോഴ്സായിട്ട് 2 ഐറ്റം പറഞ്ഞു. ഒന്ന് ബീഫ് കൊണ്ടുള്ള എന്തൊരു സംഭവം, അത് ഞാൻ പേര് മറന്നുപോയി. പിന്നെ റിജോ സ്റ്റേക്കും. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ഡെസേർട്ട് പറഞ്ഞപ്പോൾ അവരതിൽ വിഷസൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടോപ്പിങ്സ് ഇല്ലേ, നമ്മുടെ 5th ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അവർ 5 ടോപ്പിങ്സാണ് ഇട്ടത്, എല്ലാം 5 എണ്ണം വീതം. പിന്നെ ഇതായിരുന്നു ഇവിടുത്തെ നൈറ്റ് വ്യൂ. അടിപൊളിയല്ലേ, ആ സ്കൈയും ആ ലൈറ്റ്സും എല്ലാം കൂടെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ വൈകിട്ടായപ്പോഴത്തേനും നല്ല കാറ്റുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ഒരു ഹിൽ ടോപ്പിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാറ്റ് നല്ലതായിട്ട് വീശുമായിരുന്നു. ആ ഒരു സമയപ്പോഴത്തേനും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുറത്ത് വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അന്നത്തെ ഡേ നമ്മൾ എൻഡ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ആനിവേഴ്സറി വിശേഷങ്ങൾ. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.